രാവിലെ ഉണർന്നാ പിന്നെ ആ കുന്ത്രാന്റെ കയ്യിലോട്ട് അങ്ങ് എടുക്കും. എന്നിട്ട് പിന്നെ അതേ അങ്ങ് തോണ്ടലാണ്. യൂട്യൂബിലുള്ള സർവത്ര പ്രസംഗം അവർക്ക് കേൾക്കണം. എന്നിട്ട് വല്ല ചേഞ്ച് ഉണ്ടോ? അതുമില്ല. അത് മാത്രമാണോ? കോമഡി ഷോ, കുക്കറി ഷോ, ബ്യൂട്ടി ടിപ്സ്, ഈ സർവത്ര ബോക്കം ഫിച്ചുകളും കാണലാണ്. വീട്ടിലാണെങ്കിൽ കഞ്ഞിയോ കറിയോ വെക്കാൻ അവർക്ക് സമയമില്ല. ഇത്രേ സമയമായി എഴുന്നേറ്റിട്ട് എന്നാൽ ഒരു ഗ്ലാസ് കാപ്പി ഉണ്ടാക്കി തരണമല്ലോ. എന്തോന്ന് മനുഷ്യരാണ് മീൻകാരെ കടന്നു പോകുന്നത്, ഇവിടെ കടന്നു പോകുന്നത്. ഇവിടെ കടന്നു പോകുന്ന സമയത്തേ ആ അടുക്കളയിലോട്ട് വന്ന് ഒരു കപ്പ് കാപ്പി ഇടാം, ഭാര്യ ഒന്ന് സഹായിക്കാം. അത് ചെയ്യരുത്. ഈ വീട്ടിലെ പണി ചെയ്ത് എന്റെ നടു ഓടിക്കും. നിങ്ങൾ എന്തോന്നാ പറഞ്ഞത്? ഞാൻ ഫോണിൽ കൊണ്ടുപോയിരിക്കുവാണോ? ഒരാഴ്ചയായി അച്ഛന്റെ കൊച്ചമ്മ മീനവലിന്റെ റെസിപ്പി അയച്ചിട്ട്, എന്നാൽ ഇതുവരെ അതൊന്ന് നോക്കാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. അതെങ്ങനെ നേരം വെളുക്കുമ്പോൾ തൂലുപോത്തോടെ ഇരുന്നോട്ട് മൈസൂരായിട്ട് അങ്ങ് ഓടണം. ദോശ, കാപ്പി, വട, പുട്ട്. എന്റെ പേര് സാറാമ്മയെന്ന, ലക്ഷ്മി നായരെന്നല്ല. എന്താണ് മനുഷ്യനെ പദങ്ങളൊക്കെ മുമ്പോട്ട് കിടക്കുന്നത്? നിങ്ങളുടെ പേരും ഉണ്ടോ നാമോ? വയസ്സ് ഇപ്പോഴല്ലേ ആയത്? ഇവേ പണ്ടത്തെ കഥകളാ. ഹേമാത്തമ്മയ്ക്ക് ഈ വയസ്സാം കാലത്ത് നിങ്ങളെന്ന് പറയുന്നതല്ലേ? ഞാൻ നിന്നോട് എന്താ പറഞ്ഞത്? ഒരു ഗ്ലാസ് കാപ്പി ഉണ്ടായിക്കൊണ്ട് വരാനല്ലേ? അതിന് നീ എന്തിനാ കിടന്ന് വായി തലയ്ക്കുന്നത്? ഞാൻ ഓർക്കുകയായിരുന്നു, പണ്ടൊക്കെ എന്റെ അമ്മയുള്ളതായ സമയത്ത് അമ്മ ഉണ്ടാക്കി തരുന്ന ആ കാപ്പിയൊക്കെ ഞാൻ ഇങ്ങനെ ഓർക്കുമായിരുന്നു. അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണത്തിനൊക്കെ എന്തോ ഒരു രുചിയായിരുന്നു. പ്രത്യേകിച്ച് അമ്മ ഉണ്ടാക്കുന്ന ആ താറാവ് കറിയുടെ രുചിയെ പച്ച കുരുമുളകൊക്കെ അങ്ങോട്ട് അരച്ച് ചേർത്ത് അതിന്റെ മണം മതിയെന്ന് ഒരു കലം ചോറുണ്ടായിരുന്നു. അതിന് പകരം ഇവളുണ്ടാക്കുന്ന ഈ കറിയെ വാരി വെച്ച് കൂട്ടാൻ കൊള്ളത്തില്ലെന്ന്. ഉപ്പുണ്ടെങ്കിൽ പുളിയില്ല, പുളി ഉണ്ടെങ്കിൽ എരിവുമില്ല. അവള് വന്നിരിക്കുന്നു വാരി പഠിച്ചോണ്ട്. നീ എന്തോന്നാണ് ഈ ആലോചിക്കുന്നത്? അതെ, ഞാൻ ആലോചിക്കുമായിരുന്നു. ഇന്നലത്തെ കുറച്ച് ചോറും സാമ്പാറും മീൻകറിയും ഉണ്ട് എനിക്കുള്ളതായി. നിങ്ങൾക്ക് ഞാൻ ഒരു കൊല്ലം ചോറ് വെച്ച് തന്നേക്കാം. എന്തോന്നാ പറഞ്ഞേ? നിങ്ങളുടെ അമ്മ പച്ചക്കുരുമുളക് അരച്ചു വെച്ച താറാവ് കറിയുടെ രുചി നാളൊന്നും പറ്റിക്കൊണ്ടെന്നല്ലേ പറഞ്ഞേ? നിങ്ങൾ അത് കൂട്ടിയാൽ കഴിച്ചാൽ മതി. വെള്ളി പോലും വേണ്ട. എടി താറാവേ, അത് ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. നീ ഇന്നലെ ഉണ്ടാക്കിയ ആ മീൻകറി ഇല്ലേ, ആ മീൻകറിയുടെ മണം ഇപ്പോഴും എന്റെ കയ്യിലുണ്ടെന്ന്. മനുഷ്യ വെറുതെ എന്നെ കൂടെ ആപ്ലിക്കേഷൻ പിടിക്കരുത്. എനിക്കാണെങ്കിൽ ഒരു അശേഷം കാലുമുട്ടിന് രണ്ടിന് എന്തോ വേദനയാണ്. പിന്നെ നീര് വന്നിട്ട് ഈ കൈ കൊണ്ട് ഒരു കാവി പിടിക്കാൻ പോലും വയ്യ. എന്നിട്ടും ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നില്ലേ? എന്നാ സ്നേഹത്തോടൊരു വാക്ക് അതില്ല, കുറ്റം പറച്ചിൽ മാത്രം. വന്നിപ്പോ ഇങ്ങനെ കുറ്റം പറച്ചിൽ കേട്ടില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരുന്നത് അവസ്ഥയായി. എടി, ഞാൻ നിന്നോട് എത്ര നാളായിട്ട് പറയുന്നു, നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരിയായ ഒരു ജോലിക്കാരിയെ നിർത്താമെന്ന്. ചെറുപ്പക്കാരി, അതും ചുറുചുറുക്കുള്ളതല്ലയോ? ഒന്നു മതിയോ? കിളവന്റെ മനസ്സിലേക്ക് കണ്ടോ? എനിക്ക് വയ്യെങ്കിലും ഇവിടുത്തെ പണി ഞാൻ തന്നെ അങ്ങ് ചെയ്തോളാം. എന്നാൽ ഈ വയസ്സാം കാലത്ത് മറ്റുള്ള മനുഷ്യരെ കൊണ്ട് പറയിപ്പിക്കാൻ അടങ്ങി ഇവിടെ ഇരുന്നു. നിനക്ക് വേണ്ടായെങ്കിൽ വേണ്ടാടി, ഞാൻ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. നിന്റെ വയ്യായിക കണ്ടിട്ടാ ഞാൻ പറഞ്ഞത്. വേണ്ട, ഞാൻ തന്നെ അങ്ങ് ചെയ്തോളാം. എന്താ എണ്ണക്കുഴികൾ രണ്ടും കൂടെ രാവിലെ ഒരു കൊച്ചു വർത്തമാനം. തോമാച്ചാൻ ഇരുന്നാട്ടോ. എനിക്ക് തോമാച്ചാ, എന്റെ തോമാച്ച എന്തോ കൊച്ചു വർത്തമാനം പറയാനാ? കൊച്ചു വർത്തമാനം പറയാൻ അല്ലേലും പറ്റിയ ഒരു സാധനമല്ല ഇവിടെ ഉള്ളത്. എനിക്കെന്താ മനുഷ്യ കുറവ്? കേട്ടോ തോമാച്ചായ, ആ പുറത്തിയാട്ടെ അവറാച്ചായന്റെ ഭാര്യ മോളിക്കുട്ടി
അതും ഇതും തിന്ന് ആ പണി ചെയ്തു ഈ പണി ചെയ്തു എന്ന് പറഞ്ഞ് വെറുതെ വയറ് നിറച്ച് ആഹാരം കഴിച്ചുകൊണ്ട് ഇങ്ങനെ അങ്ങ് നടക്കും. സ്ത്രീകളായാല് തോമാച്ച കുറച്ച് എക്സസൈസ് ഒക്കെ വേണ്ടേ? തോമാച്ച കേട്ടിട്ടില്ലേ ആ യൂട്യൂബിലെ മനോജ് ഡോക്ടർ പറയുന്നത് രാവിലെ വൈകിട്ടും ഓരോ മണിക്കൂർ വെച്ച് നടക്കണമെന്ന്, എങ്കിലേ ശരീരത്തിന് എക്സസൈസ് ആവും. ഇവിടെ പറയുവാണ് ആ അന്നാമ്മയുടെ ഭർത്താവ് അന്നാമ്മ പൊന്നുപോലെ നോക്കുന്നതെന്ന്. ഇവളെ ഞാന് ചെമ്പ് പോലെ നോക്കുന്നതെന്ന് പറഞ്ഞ് മേലോട്ട് നോക്കി മോങ്ങിക്കൊണ്ടിരിക്കുക. ഇവക്കൊന്ന് നടക്കാൻ പോയാൽ എന്താ തോമാച്ച? നടക്കാൻ പോയാലോ റോഡ് നിറച്ച് തെരുവ് പട്ടികളാ. പട്ടിയെ കണ്ട മരത്തെ കറണമെന്നാ മേലാകാന്തി പറഞ്ഞേക്കുന്നത്. അത് കണ്ട വടക്കര റോസാമ്മയുടെ കാര്യം അറിഞ്ഞായിരുന്നോ? ഇല്ല. അവര് നടക്കാൻ പോയ വഴിക്ക് കുറെ പട്ടികൾ അവരായിട്ട് ഓടിച്ചത്. അവരാ മേലാകാന്തി പറഞ്ഞ ഓർത്ത് മാവേക്ക് മാവും റോസമ്മയും താഴെ 5 മാസമായ ഒരു ആശുപത്രിയിലാ. ഏതായാലും തോമാച്ച സാധാരണ ഇതൊന്നും കേൾക്കണ്ട. ഞാൻ കേട്ടു. ഇങ്ങനെ അങ്ങനെ പലതും പറയും. എന്നെ വല്ല പട്ടി ഓടിച്ചിട്ട് കഴിച്ചിട്ട് ഞാൻ ചത്തിട്ട് വേണം ഇങ്ങനെ വേറെ പെണ്ണ് കേട്ടാൽ അതിനായി പറയുന്നത്. എന്റെ തോമാച്ച ഈ ഒരെണ്ണത്തിനെ എനിക്ക് സഹിക്കാൻ വയ്യ, പിന്നല്ലേ ഇനി വേറൊരെണ്ണത്തിന്. ഓ ചട്ടി കലമൊക്കെയാണ് തട്ടി കൂട്ടിയൊക്കെ ഇരിക്കും ചാക്കോച്ച. ഇതൊക്കെയല്ലേ ജീവിതം. അത് ശരിയാ തോമാച്ച, എന്തൊക്കെ പറഞ്ഞാലും സാറാമില്ലാത്ത ഒരു ജീവിതം എനിക്ക് ആലോചിക്കാനേ വയ്യ. ശരി ചാക്കോച്ച, എന്നാ പണി നടക്കട്ടെ, ഞാൻ അങ്ങോട്ട് പോകുന്നു. ശരി തോമാച്ച, ആയിക്കോട്ടെ. പോയോ? ഞാൻ ചായ എടുക്കായിരുന്നു. എന്തോ നാടി, ഞാൻ നിന്നോട് രാവിലെ വാ അലച്ച് പറഞ്ഞു ഒരു ഗ്ലാസ് കാപ്പി എടുക്കടി എന്ന്. എന്നിട്ട് നീ കാപ്പി ഉണ്ടാക്കിയോടി. ഇപ്പൊ തോമാച്ചാനെ കണ്ടപ്പോ അവള് കാപ്പിയുമായിട്ട് വന്നു. എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട്. എന്തോ മനുഷ്യൻ നിങ്ങൾ ഈ പറയുന്നത്? ഓമാചാനുള്ള കാപ്പി കൊടുത്തനാണ് കുഴപ്പം. എനിക്ക് സാറാമേ, ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. എനിക്ക് വല്ലാത്ത ഒരു ക്ഷീണം, ശരീരത്തിനൊക്കെ വല്ലാത്ത ക്ഷീണമാണ് കുറച്ച് ദിവസമായിട്ട്. എനിക്ക് സാറാമ വല്ലാത്ത ഒരു ക്ഷീണം എനിക്ക് കുറച്ച് ദിവസമായിട്ട്. ഒരു പണിയും ചെയ്യാന് ഒരു ഉന്മേഷം തോന്നുന്നില്ല. അത് മാത്രമാണോ ഈ വെപ്പ് വന്നുകൊണ്ട് എന്തെങ്കിലും തിന്നാല് കഴിക്കുന്നതും കഴിക്കാത്തതും ഒക്കെ ഒരുപോലെ. ഞാൻ ഓർക്കുമായിരുന്നു പണ്ട് അമ്മയൊക്കെ ഉള്ളപ്പോൾ അമ്മ ഉണ്ടാക്കി തരുന്ന ആ കപ്പയും കോഴിക്കാലിൻ്റെയും ഒക്കെ രുചി. ഇപ്പോഴാണെങ്കിൽ അമ്മ പോയി പല്ലും പോയി. എന്തെങ്കിലും തിന്നിട്ട് എത്ര നാളായി. പ്രത്യേകിച്ച് ആ ബീഫും കോഴിക്കാലും ഒക്കെ തിന്നാന് എന്തോ കൊതിയായിരുന്നോ. കണ്ടോ അപ്പൊ അച്ചായന് ഒന്ന് ചെറുപ്പമായ കൊള്ളാമെന്നൊരു മോഹമുണ്ട്. അച്ചായൻ, ഞാനൊരു കാര്യം പറയട്ടെ. എനിക്കും ആഗ്രഹമുണ്ടടി. എന്തോന്നാ നീ പറ. അതെ, ഈയിടെയായിട്ട് കണ്ണാടി നോക്കുമ്പോൾ എനിക്ക് ആകെ അപ്പടി എന്ന വിഷമമാ. ഓരോ ദിവസവും കഴിയുമ്പോൾ പ്രായം കൂടി വരുമല്ലയോ. ഞാനേ അത് വിചാരിക്കുമായിരുന്നു പണ്ടത്തെ പോലെ അത് കൊച്ചു സുന്ദരിയായാലോ. ഞാനേ സാബുമോൻ ഇംഗ്ലണ്ടിൽ വിളിച്ചപ്പോൾ ഈ കാര്യം എൻ്റെ വിഷമമെല്ലാം അവനോട് പറഞ്ഞു. അപ്പൊ അവൻ പറയുക ഇപ്പം അവിടൊക്കെ മനുഷ്യരുടെ പ്രായം അറിയില്ല എന്തോ മെഷീനുണ്ടെന്ന് അവരുടെ കമ്പനിയോട് മാർക്കറ്റിംഗ് ചെയ്യുമെന്ന്. അതെന്തോ കാര്യം? എന്തോന്നാണെന്ന് എനിക്കറിയുന്നു. അവരുടെ മെഷീനില്ലേ എല്ലാ വർഷവും സിംഗപ്പൂരിൽ പോകുന്നുണ്ടല്ലോ. എന്തിനാണ് അച്ഛൻ അച്ഛൻ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓരോ ദിവസം കഴിയുമ്പോഴും അവളൊന്ന് ചെറുപ്പമായിട്ട് വരുക. ശിവസ്വാമി എന്നോട് പറയുക അവളെ അതെന്തോ ബുദ്ധമാടി. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ശിവസ്വാമി പറഞ്ഞത് പൊന്നിന്റെ ചുളിവ് മാറാനോ പ്രായം മാറാനോ എന്തൊരു ഇഞ്ചക്ഷനാണ്. എനിക്ക് ഒരു സംശയം. നിനക്കറിയത്തില്ലേ എന്റെ ഫ്രണ്ട് ആ ചാർലിയെ ഈയിടെയായിട്ട് കുറച്ച് ചെറുപ്പമായോന്നൊരു സംശയം. ആ ചാർലി ചെറുപ്പമായതിന്റെ പൊട്ടൻസ് ഈ ബട്ടക്സ് ആണ് തോന്നുന്നത്. ആയിരിക്കും
മെഷീനാണെങ്കിൽ മെഷീൻ നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. അതിന് നമുക്ക് അവിടെ പോകുമൊന്നും വേണ്ട. അതേ ഞാൻ മോനോട് മോനെന്താ പറഞ്ഞതെന്നറിയാമോ? അവരൊരു 2 വർഷമൊക്കെ കഴിയുമ്പോൾ ഈ പുതിയ മെഷീൻ മാറ്റിയിട്ട് പഴയ മെഷീൻ ആക്കുമോ? അപ്പൊ നമുക്ക് അതൊന്ന് മേടിച്ചാൽ പോരായോ? അവരങ്ങനെ പുതിയ മെഷീൻ മാത്രമല്ല ഈ മദാമയെ അങ്ങ് മാറ്റും. എനിക്കും ഒരാഗ്രഹമുണ്ട്, ഈ മദാമയെ അങ്ങ് മാറ്റിയാലോന്ന്. അപ്പൊ ഞാനും അങ്ങ് മാറ്റി ഈ സാഹിത്യനെ നടക്കട്ടെ നിന്റെ ആഗ്രഹം. അതെ അച്ചായ, ഞാൻ ഈ മോൻ കഴിഞ്ഞ ആഴ്ച വിളിച്ചപ്പോൾ അവനോട് പറഞ്ഞു ഒരു മെഷീൻ ഇങ്ങോട്ട് കയറ്റി അയക്കാനെന്ന്. അവനത് കയറ്റി വിട്ടിട്ടുണ്ട്. മിക്കവാറും ഇന്ന് തന്നെ ഇങ്ങെത്തും. എടീ, എന്നിട്ട് നീ എന്നോട് ഒരു വാക്ക് ചോദിച്ചോടി. അല്ലെങ്കിലും ഇതാ പ്രായമായ പിന്നെ നമുക്ക് പുല്ല് വിലയാണ്. വേണമെങ്കിൽ ഒതുങ്ങി മൂലത്തിരുന്നോണം. ഒരു കാര്യവും ആരും നമ്മളോട് ആലോചിക്കത്തില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇവളെല്ലാം വിളിച്ച് മോനുമായിട്ട് സെറ്റ് ചെയ്തു. അതെ അച്ചായ, അച്ചായ ഒരു സർപ്രൈസ് തരാൻ വേണ്ടിയിട്ടാ. പള്ളിയിൽ കുറെ അമ്മാമ്മമാരുണ്ട്. രാവിലെ കുട്ടി അടിച്ചാ പള്ളി വരുന്നത്. അപ്പം ഞാൻ വിചാരിക്കുന്നു എനിക്ക് ഇച്ചിരി പ്രായം കുറയണം, എന്നിട്ട് വേണം അവരുടെയൊക്കെ മുമ്പിൽ കൂടെ എഴുതി നടക്കാൻ. എടീ, നീ അവരുടെ മുൻപിലോ പിറകിലോ ഒക്കെ നടന്നോ? ഞാൻ ആലോചിക്കുമായിരുന്നു നമുക്ക് ചെറുപ്പമാവുകയും ചെയ്യാം. ഈ മെഷീൻ വെച്ച് ഒരു ബിസിനസ് തുടങ്ങിയാലോ എന്ന്. ബിസിനസ്സോ? ഈ മനുഷ്യന് വേറൊരു ചിന്തയില്ല. വേണം. എടീ, ഏതായാലും നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ എല്ലാരും ചോദിക്കും നിങ്ങൾ എങ്ങനെയാ ചെറുപ്പമായത്, നിങ്ങൾ എങ്ങനെയാ ചെറുപ്പമായത് എന്ന്. അപ്പൊ നമുക്ക് അവരെ വിളിച്ച് മെഷീനിൽ കയറ്റാം, നമുക്ക് ബിസിനസ് ആകും. വേണ്ട വേണ്ട, ഒരൊറ്റ ഒരെണ്ണത്തിനോട് പറഞ്ഞേക്കരുത്. എന്നിട്ട് വേണം പള്ളിയിലുള്ള കളവിന്റെ അധികാരെല്ലാം കൂടെ ഈ വീടിന്റെ വിറ്റത് ചെറുപ്പമാകാനെന്ന് പറഞ്ഞ് ജോലിയില്ല. വേണ്ട, അങ്ങനെ ആരും ചെറുപ്പമാകണ്ട. എടി സാറാമേ, നിനക്ക് വേണ്ട എങ്കിൽ വേണ്ട, ഞാൻ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അല്ല, നീ പള്ളിയിലെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്. നിങ്ങളുടെ ആ വിമൻസ് ഫെലോഷിപ്പിന്റെ പിരിവൊക്കെ എന്തായി? അയ്യോ, കഴിഞ്ഞു. പെണ്ണുങ്ങളെല്ലാം കൂടെ ഉൾപ്പെട്ടങ്ങ് ഇറങ്ങിയതല്ലേ. കുറച്ചു പേരാണ് വിളിച്ചത്. 4.5 ലക്ഷം തീർന്നു. അമ്പടോ, 4 ലക്ഷം രൂപയോ? ആട്ടെ, നീ എത്ര കൊടുത്തു? ഞാൻ ആ ട്രഷറാർ സ്ത്രീയോട് പറഞ്ഞു എൻ്റെ അച്ചായന് ഈ പള്ളിക്കാര്യത്തിലൊന്നും ഒരു താല്പര്യമില്ല. പിന്നെ ഞാൻ എൻ്റെ വക ഒരു 800 രൂപ അയക്കാം. അതേതായാലും കാര്യമായി. അല്ലെങ്കിലേ ആ പുതിയ സെക്രട്ടറി പെണ്ണുപിള്ളയെ എനിക്ക് എന്റെ കണ്ണിന് കണ്ടുകൂടാ. ഒരു പ്ലേറ്റ് ബിരിയാണിക്ക് 80 രൂപയാ. അവൾ 800 രൂപയാണെന്ന് പറഞ്ഞ് മേടിച്ചോളാം. ഇവളെയൊക്കെ എങ്ങനെയാ നമ്മൾ വിശ്വസിക്കുന്നത്? അത് പോട്ടെ, ഏതായാലും കൊടുത്തില്ല ആ കാര്യം. ഞാൻ അച്ഛനൊരു കാര്യം പറയട്ടെ. എന്തോ നടി പറഞ്ഞോ? അതെ, ഞാൻ അച്ചായനൊരു ബർമുഡായി ടീഷർട്ട് എനിക്കൊരു ചുരിദാറും മേടിച്ച് വെച്ചിട്ടുണ്ട്. പ്രായം പറയുന്നു ഇതാ. അവളുടെ ഒരു പൂതി കണ്ടില്ലേ? 18ാമത്തെ വയസ്സില് ചട്ടയും മുട്ടുകൊടുത്ത് ഈ വീട്ടിൽ കയറി വന്നവളാ. ഈ 70ാമത്തെ വയസ്സിൽ അവൾക്ക് ചുരിദാറിടണമെന്ന് പോലും. ഓരോരോ മോഹങ്ങളെ. അതെ, അച്ചായന് എത്ര വയസ്സാണ്? എനിക്കൊരു 60-65. സാറാമ്മയ്ക്കൊരു 50. അതുപോലെ മതിയടി. അല്ല, അച്ചായന് 35, എനിക്ക് 30. ഫിക്സ്. ഓക്കെ, ഫിക്സ്. പിന്നെ അതിനെ ശ്രമിച്ചില്ലേ? ജീൻസ് ലോകമൊക്കെ നടക്കുന്നത് എന്നാ ഭംഗിയാ. അപ്പൊ ഞാൻ കൊച്ചെങ്ങനെയാ ഇല്ലാതെ തോന്നുന്നത്. ചെറുപ്പമായിട്ട് ഞാനൊരു ജീൻസ് ഇട്ടാലോ? കൊള്ളാമലോടി നിന്റെ ആഗ്രഹം. ചായ വലിയ കുട്ടിക്കല്ലോ കേട്ടോ. സാറേ, സാറേ, ആരാണ് വിളിക്കുന്നല്ലോ? ഏതറിഞ്ഞാടി നിന്നെ കിടത്തി വിളിക്കുന്നത്? സാറേ, താക്കോ സാറേ. മനുഷ്യ, എന്നെയല്ല താക്കോ സാറേ, നിങ്ങളെയാ വിളിക്കുന്നത്. പോയി നോക്കാം. ഓ, എന്നെയായിരുന്നോ? ആ, ചെറിയാച്ചനോ? എന്താ ചെറിയാച്ച?
കാശിനും കുഴപ്പമില്ല, ഡോളറായാലും മതി. നാണമില്ലേടാ, ചവിട്ടി ചവിട്ടി നിൽക്കുക കാശിന് വേണ്ടി. കൊണ്ടുപോ. സാറിന്റെ മോനെ ഇല്ലെന്നാണല്ലേ കണ്ടത്? അതെ. ഏടമാരുടെ കൂലിപ്പണി. പോരോ. ഇത് അപ്പോഴും ഇംഗ്ലീഷ് ആണല്ലോടി. ഇതെങ്ങനെയാ വായിച്ച് മനസ്സിലാക്കുന്നത്? ഇനി ആരോട് ചോദിക്കാനാ? അയ്യോ, ആരാടി? സാബുമോൻ ഇംഗ്ലണ്ടിൽ നിന്ന് വിളിച്ചതാ. എടാ മോനെ, സാബുമോന് കറക്റ്റ് സമയത്താ മോൻ ഫോൺ ചെയ്തു കേട്ടോ. മോൻ അവിടെ കഴിച്ചാൽ കൊണ്ടാണില്ലയോ ആദ്യം വാങ്ങ്. പക്ഷേ അതെങ്ങനാ വർക്കിംഗ് ചെയ്യുന്നത്? ഇന്നതാണല്ലോ അപ്പോഴും ഇംഗ്ലീഷാ. ഈ അപ്പനെക്കാൾ ഇംഗ്ലീഷ് അറിയാമോ? മോൻ അന്ന് പറഞ്ഞേ അതെങ്ങനാ വർക്ക് ചെയ്യുന്നത്. ഞാൻ സ്പീക്കർ ഇടാമേ. ഒരു മിനിറ്റ്. ഹലോ ഹലോ. ആ മോനെ പറഞ്ഞു. അപ്പേ മോനെ അപ്പ കേൾക്കുന്നുണ്ട്. ഞാൻ ഈ പറയുന്നത് കേട്ടോ. പറഞ്ഞു. ശരി മോനെ. ഞാൻ ആ മെഷീന്റെ കാര്യം പറയാനാണ് വിളിക്കുന്നത് കേട്ടോ. പറഞ്ഞു. ഒരാൾ അതിന്റെ അകത്ത് കയറി നിൽക്കണേ. മറ്റേ ആൾ പുറത്തുള്ള ബട്ടൺ ഓൺ ആക്കണം കേട്ടോ. അപ്പൊ ഒരു നീണ്ട ലൈറ്റ് ആക്കണേ. ഇപ്പോഴത്തെ വയസ്സ് എത്രയാണോ ആ നമ്പർ അതിൽ കുത്തണം കേട്ടോ. എന്നിട്ട് വീണ്ടും ആ ബട്ടൺ പ്രസ് ചെയ്യണം. അപ്പോൾ ഒരു പച്ച ലൈറ്റ് വരുമേ. അത് കഴിയുമ്പോൾ വയസ്സിന്റെ അക്കം കുറയാൻ തുടങ്ങും. അത് മനസ്സിലായോ? അത്രേ ഉള്ളൂ. മനസ്സിലായി. വയസ്സിലാത്തത് മൂടിയേ. സാറാമ്മേ, നിനക്കെല്ലാം മനസ്സിലായോ? എനിക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. എന്നാ ശരി മോനെ, ഞങ്ങൾ പിന്നെ വിളിക്കാം. ദൈവത്തെ ഓർത്ത് കണ്ടു വന്നു ചെയ്യണേ. മനുഷ്യന്റെ പുറത്ത് നിൽക്കുന്ന ആളിന്റെ കയ്യിലാണ് മുഴുവൻ കൺട്രോൾ നോക്കണം കേട്ടോ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് വേണ്ട പ്രായമില്ലാതെ ഉടനെ അത് നിർത്തണം കേട്ടോ. ഓക്കെ, ശരി. ഞങ്ങൾക്ക് അത്രയ്ക്കുള്ള ലെവലും ബോധമൊക്കെ ഉണ്ട്. ശരിയാ. അത് കൂടുതലാ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ പറയുന്നത്. ഓക്കെ, ബൈ മോനെ, ബൈ. നിനക്കെല്ലാം മനസ്സിലായല്ലോ സാറാമ്മേ? എനിക്കെല്ലാം മനസ്സിലായി ചായ. അല്ല സാറാമ്മ, ഞാൻ ഓർക്കുമായിരുന്നു. ഈ സായിപ്പന്മാരൊക്കെ 60-ലും 70-ാം വയസ്സിലും നല്ല ചുറുചുറുക്കോടെയാണ് നടക്കുന്നത്. നമ്മളൊക്കെ ആണെങ്കിൽ പാടത്തും പറമ്പിലും ഒക്കെ പണിയെടുത്ത് 40-ാമത്തെ വയസ്സിലും 90 കഴിഞ്ഞ കിളവിയെ പോലെയാ. നീയും കല്യാണം കഴിച്ച് ഇവിടെ വന്നപ്പോഴേ ഒരു റോസാപ്പൂ പോലെയൊക്കെ ഇരുന്നതാ. അച്ഛൻ സമയം കളയണ്ട. നമുക്കേ ഇന്നത്തെ കയറി ചെറുപ്പമായാലോ? ശരി സാറമ്മേ, നിനക്കെല്ലാം അറിയാമല്ലോ. എനിക്കെല്ലാം അറിയാം. അച്ഛനാണ് കയറാം. നീ ആദ്യം കയറാനേ. സാറാമ്മേ, അച്ചായി കയറുന്നേ. സാറാമ്മേ, നിനക്കല്ലേ ചെറുപ്പമാകാൻ ചെറുതേ? അതല്ല അച്ഛായ, 35-ാം വയസ്സിലൊക്കെ നിങ്ങളെ കാണാൻ എത്ര ഭംഗിയായിരുന്നു. അപ്പോഴേ ഞാൻ വിചാരിക്കുക നിങ്ങളെ ഒന്ന് കണ്ടാലോന്നാണ് ആദ്യം അച്ഛനെ കാണാൻ എനിക്ക് കാണുന്നത്. അപ്പോൾ അച്ഛൻ ഇവിടെ വിചാരിക്കാറ്. ശരിയാടി, എനിക്കും ആഗ്രഹമുണ്ട്. ഏതായാലും നമുക്കൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാലോ? നമ്മുടെ ആദ്യമായിട്ട് യൂസ് ചെയ്യുമല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം. ചാലോചന വിളിച്ച് ഇതൊക്കെ വെഞ്ചരിപ്പിച്ച് പ്രാർത്ഥിച്ചാലോ? എന്നിട്ട് തുടങ്ങാം. നീ അല്ലേ പറഞ്ഞത് എനിക്ക് പള്ളിയിലുള്ള ആരും ഈ വിഷയത്തെ പറ്റി അറിയുന്നവരുണ്ടാന്ന്? പിന്നെ എങ്ങനെയാണ് അച്ഛനെ നമ്മളിത് അറിയിക്കേണ്ടത്? അത് ശരി. അതവർ കാര്യം എന്നെ നോക്കാം. കേറിക്കോ അച്ഛനെ, കേറിക്കോ. ഏതായാലും നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം. കണ്ണടച്ച് വായിപ്പ്. കർത്താവേ, എന്റെ സാറാമ്മയുടെ ആഗ്രഹമാണ് ചെറുപ്പമാകണമെന്ന്. ഞങ്ങളുടെ ഈ ആഗ്രഹത്തെ നീ സഫലീകരിക്കണം.
അതെ, ഞാൻ മെഷീൻ അച്ഛൻ കയറിയല്ലോ, ഞാനെല്ലാം ഇടാൻ പോവാണേ. ആദ്യം മെഷീൻ ഓൺ ആക്കണം. ഓണാക്കി നീലരായിട്ട് കത്തി. ഇനി ഇപ്പോൾ എത്ര വയസ്സാണോ അത് കുത്തി കൊടുക്കണം. ഓക്കെ, കുത്തി കൊടുക്കണം. 75. ഓക്കെ, പച്ചലായിട്ട് കത്തി. വയസ്സ് പറയാൻ തുടങ്ങി. കുറയുന്നുണ്ട്. ഈ സമയത്ത് അവളെ ഫോൺ വിളിക്കുന്നേ. സാവിമോളായിരുന്നോ? സാവിമോളെ, അമ്മച്ചി ഇച്ചിരി ബിസിയാണേ, പിന്നെ ഞാൻ വിളിക്കാം. എന്താ അമ്മ, എന്ത് പറ്റി? അത് മോളെ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വീഡിയോ കോൾ ചെയ്യും. ഒരു സർപ്രൈസ് ഉണ്ട്. ഞാനൊരു സർപ്രൈസിനാ വിളിച്ചതാ. എന്താ മോളെ? അമ്മ, ഇവിടെ പിള്ളേർക്ക് അവധിയായി. മറ്റന്നാൾ നാട്ടിലോട്ട് വരുന്നുണ്ട്. ഇപ്പൊ അങ്ങോട്ട് പോയി ടിക്കറ്റ് എടുത്തതേ ഉള്ളൂ. അത് പറയാൻ വിളിച്ചേ. അയ്യോ, നല്ല കാര്യമാണല്ലോ. എന്നാൽ ഒരു കാര്യം ചെയ്യും മോളെ, സാമൂഹികരോടും കൂടെ പറ. അവരും കൂടി ഇനി വരട്ടെ, എല്ലാവർക്കും ഒരു ആഘോഷമാക്കാം. അവന് വരുന്നുണ്ടമ്മേ. പറഞ്ഞില്ലല്ലോ. അവൻ എന്നോട് പറഞ്ഞു അമ്മയോട് പറയണ്ടായിരുന്നു. ഒരു സർപ്രൈസ് കൊടുക്കാറുണ്ട്. അമ്മയുടെ സർപ്രൈസ് ഉണ്ടാ. ഇതുപോലെ ഫാമിലി സർപ്രൈസ് ആയില്ലേ? അതെ, അമ്മയുടെ സർപ്രൈസ് നിങ്ങൾ വരുമ്പോ നേരിട്ട് കണ്ടാ മതി കേട്ടോ. അവിടെ എന്താ അമ്മ ഒരു വെച്ച് വരുന്ന ശബ്ദം? എന്റെ ഭർത്താവിനെ ചതിച്ചോ? മെഷീൻ ഓഫ് ചെയ്യാൻ മറന്നുപോയി. എന്റെ ഭർത്താവേ, ഈ വയസ്സാം കാലത്ത് ഈ 2 മാസം പ്രായമുള്ള കൊച്ചിനെ കൊണ്ട് ഞാൻ എന്തോ ചെയ്യാനാ? എന്റെ ഭർത്താവേ, എന്നോ ഈ ചതി ചെയ്യണ്ടായിരുന്നേ. സംഭവവികാസങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ സാബുമോനും സാബിമോളും പിന്നീട് മാത്രമല്ല അമ്മയും അപ്പനുമായുള്ള ബന്ധവും ക്യാൻസൽ ചെയ്തു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം മക്കൾ രണ്ടുപേരും വിൽപ്പത്രം ഉണ്ടാക്കുവാൻ നാട്ടിൽ പോയി. വക്കീലും മക്കളും തമ്മിലുള്ള ഇടപാടും ചാക്കോത്തിയും സാറാമ്മയും ഉണ്ടായിരുന്നു. വിൽപ്പത്രം തയ്യാറാക്കിയ ശേഷം വക്കീൽ സൈൻ എടുക്കുവാനായിട്ട് വീട്ടിൽ വരുന്നതാണ് അടുത്ത രംഗം. ഇത് ഫൈനലാണല്ലോ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പം പറഞ്ഞാണ്. പിന്നെ വഴക്കും വയ്യാവലിയും കേസും വെക്കാനുമായിട്ടൊന്നും എൻ്റെ അടുത്തേക്ക് വരരുത്. എനിക്കാണെങ്കിൽ 100 കൂട്ടം പണിയുള്ളത്. വെളിയിൽ കിടക്കുന്ന പാമ്പിനെ എടുത്ത് തോലെ വെച്ചെന്ന് പറയുന്ന പോലാണ് ഈ കാലത്ത് വിൽപ്പത്രം വരുന്ന ഈ പണി. എന്തായാലും കുറ്റം പറയാൻ പാടില്ലല്ലോ. മനുഷ്യരുടെ ഈ ആർത്തി കാരണം വക്കീലന്മാർക്ക് 3 നേരം ബിരിയാണി പൊറോട്ടയും അടിച്ച് സുഭിക്ഷമായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഒപ്പിടാൻ അപ്പച്ചനും അമ്മച്ചൊന്ന് വിളിച്ചേ. നിങ്ങളിൽ ആരുടെ മോനാ ഇത്? നല്ല സായിപ്പൂച്ചോളുണ്ടല്ലോ. എന്റെ ഭർത്താവേ, ഇതിനോട് ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? ഞാൻ അമ്മയല്ലേ, ഞാൻ എന്റെ ഭാര്യയാണ്. എന്റെ റാണി, എന്തൊക്കെയാണ് ഈ മനുഷ്യരുടെ ഓരോ കാര്യങ്ങള്? പണത്തോടുള്ള ആർത്തി, ഭക്ഷണത്തോടുള്ള ആർത്തി ഇതൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇതല്പം പോയിട്ടുണ്ട് കേട്ടോ. ഈശോയെ, ഞാനൊരു മെഷീനെ പറ്റിയുള്ളത് യൂട്യൂബിൽ വായിച്ചിരുന്നു. ഒന്ന് നോക്കിയാലോ എന്ന് ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു പോയി കേട്ടോ. ദൈവമാണ് തക്ക സമയത്ത് എനിക്ക് സംഭവം കാണിക്കുന്നത്. ഞാൻ ഏതായാലും രക്ഷപ്പെട്ടു. കർത്താവേ സ്തോത്രം. അതേ വീഴ്ച എന്തൊരു യോഗമാണ്. വാർദ്ധക്യം ദൈവത്തിന്റെ ദാനമാണെന്ന് മനസ്സിലാകാതെ ജീവിത വഴിയിലൂടെ ആർജിച്ച വിവേകവും അനുഭവങ്ങളും പുതിയ തലമുറയിലേക്ക് പകർന്നു കൊടുക്കേണ്ട പ്രായത്തിൽ
ലോൺ ഇമ്പങ്ങളിലും മോഹങ്ങളിലും മുഴുകി പാഴായി പോയൊരു ജീവിതം.